നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 17-ാം തീയതി 1199 ആണ്ട് മേടമാസം 4-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ആഴ്ച വളരെ നല്ല ദിവസമാണ്. പക്ഷേ നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ആയില്യം നമ്മൾ വർജ്യങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. അപ്പോൾ ശുഭദിവസമാണ്. ബുധൻ എന്ന് പറയുമ്പോൾ ശുഭദിനമാണ്. സാധാരണയായിട്ട് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസവും കൂടിയാണ് ബുധനാഴ്ചയെങ്കിലും നക്ഷത്രത്തിന് വളരെ ആഴ്ചയ്ക്ക് പോലെ പ്രാധാന്യമുണ്ട്. നക്ഷത്രത്തിനും രണ്ടുപേരും കൂടി യോജിച്ചാലേ പോസിറ്റീവ് കൂടുകയുള്ളൂ. അതായത് നക്ഷത്ര ദേവനും അതുപോലെ അന്നത്തെ പ്രകൃതി ശക്തിയും ഒരുമിക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അവസ്ഥകളുണ്ടാവും. ഇന്നിപ്പോൾ ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അപ്പോൾ നമുക്കിന്ന് ശുഭകാര്യങ്ങൾക്കാകിലും ഒഴിവാക്കി കൊണ്ടുപോകുന്നതാണ് ഉത്തമം. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാവട്ടെ, ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമാണ്. കാരണം ബുധനാഴ്ച വന്നു. ആഴ്ച ഫലത്തെ വളരെ പ്രാധാന്യം, ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ആഴ്ച ഫലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാതെ ബിസിനസ്സോ അതുപോലെ നടത്തി പോകുന്നവർക്ക് അതിൻ്റേതായ നേട്ടഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. അതിന് സംശയം വേണ്ട. കഷ്ടതകളൊക്കെ മാറി നിങ്ങൾ സൂക്ഷിച്ച് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോളുക. ഈ ഒരു വർഷവും നിങ്ങൾക്ക് സന്തോഷപ്രദം തന്നെയായിരിക്കും. എന്തൊക്കെ കഷ്ടതകൾ വന്നാലും അതിൽ നിന്നെല്ലാം നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകും. കാരണം ബുധൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കയറും. അതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അവരുടെ ഭാഗ്യം കുറച്ചുകൂടെ അവർക്ക് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭാഗ്യദായകമായി തീരാൻ വേണ്ടി ഇന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്നത്തെ ദിവസം പോയി പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവയൊക്കെ ഭഗവാന് നടത്തണം. അതുപോലെ മഹാലക്ഷ്മിക്ക് കുങ്കുമാർച്ചന ഒക്കെ നടത്തി കൊണ്ടുപോകണപ്പോൾ കുറച്ചുകൂടി നമുക്ക് ദേവതാ പ്രീതിയും കൂടി വർദ്ധിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ പച്ച വസ്ത്രം ധരിക്കുന്നത്, പച്ച കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. നമുക്ക് പച്ച വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ പച്ച കളറിലുള്ള ഒരു കർച്ചീപ്പ് കയ്യിൽ കരുതുക. അപ്പോൾ അത് പെട്ടെന്ന് ഭാഗ്യദായകമായി തീരാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഇന്ന് കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ചില കാര്യങ്ങൾക്ക് നമുക്കിന്ന് ചെയ്തേ തീരുള്ളൂ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടാവും. ഒരു ജോലിയിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം എന്ന് നമുക്കൊരാൾ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം നാളെ ആയാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് ആ ജോലി നഷ്ടപ്പെട്ടു പോകും. എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ജോലി കിട്ടാതെ പോകും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കണം. അഭിജിത്ത് മുഹൂർത്തം 12 മണി മുതൽ 12:48 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. എന്നാലും ഇന്ന് കലണ്ടറിൽ 12 മണി മുതൽ 1:30 മണി വരെ രാഹുകാലം ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും 12 മണി 26 മിനിറ്റിലെ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 12 മണി 26 മിനിറ്റിൽ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 1 മണി 56 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ 12:20 12-ഉം 12:26 അകത്ത് നമ്മൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്തോളൂ. 26 മിനിറ്റേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഒട്ടും ഒന്നിനും പറ്റാത്ത 2 സമയങ്ങളാണ് യമകണ്ഠനും ഗുളികനും. ഈ സമയം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഈ സമയം വരുന്നത് ഗുളികകാല സമയം വരുന്നത് 10 മണി 52 മിനിറ്റ് തൊട്ട് 12 മണി 24 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് 7 മണി 46 മിനിറ്റ് തൊട്ട് 9 മണി 20 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവരും
നല്ല നക്ഷത്രമൊന്നും അല്ലാത്തതുകൊണ്ട് നല്ല പ്രാർത്ഥനാ നിരതരായിരിക്കുക. ദിവസം കൊള്ളാം, എങ്കിലും നക്ഷത്രം അത്ര നല്ലതല്ല. ഞാൻ പറഞ്ഞതുപോലെ ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളെങ്കിൽ മാത്രം ഇതൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.